വ്യാപകമായി അവിടെ നിന്ന് ചിത്രങ്ങളും ദൃശ്യങ്ങളും എന്ന നിലയിൽ പലതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ബി ഗോപാലകൃഷ്ണൻ, ഇവിടുത്തെ BJP-യുടെ നേതാവ്, അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം പ്രചരിപ്പിക്കുന്നു. ധാരാളം ആളുകൾ മനുഷ്യരെ അവിടുന്ന് ആട്ടിയോടിക്കുന്നതിൻ്റെ ആയുധങ്ങളൊക്കെ ആയിട്ട് ആട്ടിയോടിക്കുന്നതിൻ്റെ ഒരു ദൃശ്യമാണ്. എന്നിട്ട് ഇത് മുർഷിദാബാദിൽ നിന്നുള്ള ദൃശ്യമാണ്. അവിടെ പിന്നെ മുസ്ലിം തീവ്രവാദികൾ ഹിന്ദുക്കളെ ആട്ടിയോടിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഫാക്ട് ചെക്ക് നേരത്തെ നടത്തിയിട്ടുള്ളൊരു വിഷ്വലാണത്. ആ വിഷ്വൽ കഴിഞ്ഞ നവംബർ 28-ന് മറ്റൊരു അവസരത്തിൽ BJP ഹാൻഡിലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെ? ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ആട്ടിയോടിക്കുകയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇതേ ദൃശ്യങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അന്ന് അതിൻ്റെ പിന്നെ ഫാക്ട് ചെക്കിംഗ് നടന്നതാണ്. ആൾട്ട് ന്യൂസ് പോലുള്ള ഏജൻസികൾ പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നടത്തിയപ്പോൾ മനസ്സിലായത് അതിൽ ഹിന്ദുക്കളേ ഇല്ല എന്നാണ്. പകരം ബംഗ്ലാദേശിലെ തന്നെ രണ്ട് മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. അത് എന്തോ കാരണത്താലുള്ള ഏറ്റുമുട്ടലായിരുന്നു, അതുമാത്രമാണ് എന്ന് വ്യക്തമായതാണ്. എന്നിട്ട് അന്ന് പറ്റിച്ച അതേ ദൃശ്യങ്ങൾ ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് വെച്ച് ബി ഗോപാലകൃഷ്ണനും മറ്റും പിന്നെ പ്രചരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ നിയമ നടപടി എടുക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ കഠിനമായൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങേയറ്റത്തെ ഈ വിദ്വേഷ പ്രചാരണത്തിനും വർഗീയ കലാപത്തിനും ഇടയാക്കുന്ന ഒരു പോസ്റ്റാണിത്. അപ്പോൾ ആ നിലയ്ക്ക് അതിനെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളിലൂടെ കൂടിയാണ് ഈ മുർഷിദാബാദിൽ എന്തോ മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ടു, അവരെ കൊന്നു എന്ന തരത്തിലുള്ള പ്രചാരണം നടക്കുന്നത്.